സ്വതന്ത്രം വചനപ്രകാരം പൂർണ്ണ വിശുദ്ധി എന്ന് പറഞ്ഞാൽ മീശ എടുക്കുന്നതും വെള്ളം ഇടുന്നതുമല്ല. അത് ടിപിഎംകാർ പഠിപ്പിക്കുന്ന വിശുദ്ധിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ടിപിഎംകാർ പഠിപ്പിക്കുന്ന വിശുദ്ധിയിലാണ്. അതിന്റെ ടോപ്പ് ലെവലിൽ ചെല്ലണമെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോഴത്തേക്കും ഇനി എനിക്ക് ഒരിക്കലും വിശുദ്ധനാകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇനി ടിപിഎമ്മിൽ വിശ്വാസിയായിട്ട് പോയാൽ എനിക്ക് പുതിയ ഭൂമി വരെ പോകാൻ അവർ അവസരം തരത്തുള്ളൂ. നമ്മുടെ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നത് കല്യാണം കഴിച്ചവർക്ക് രണ്ടാം തട്ടൊന്നുമല്ല, വിവാഹം എല്ലാവർക്കും മാന്യമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാട്ടോ? അവിടെ കല്യാണം കഴിച്ചവർ പുതിയ ഭൂമി ഇരുന്നുകൊണ്ടും സിയോനിൽ കയറ്റിയാല അങ്ങനെ ഒരു പരിപാടിയില്ല. വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ആരെയും മാറ്റി നിർത്തത്തില്ല. വിവാഹം കഴിച്ചില്ലെന്ന് പറഞ്ഞ് ആരെയും കർത്താവിന്റെ മടിയിൽ ഇരുത്തത്തുമില്ല. വിശുദ്ധി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ലോകത്തിലെ മാലിന്യങ്ങളിൽ നിന്നുള്ള മാറ്റമാണ്. വിവാഹം മാലിന്യമല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മനസ്സിലാണ്ടോ? വെള്ളക്കുപ്പായം മാത്രം ധരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന കരുതരുത്. സ്വത്രം വെള്ള ധരിക്കണം. വെള്ള ധരിക്കുന്നത് നല്ലതാണ്, വെള്ള ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്വത്രം സ്വർഗത്തിൽ വെള്ളയാണുള്ളത്, അതുകൊണ്ട് നമ്മൾ വെള്ള ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് മറ്റു കളറൊക്കെ ഉപയോഗിക്കുന്നതിൽ പാപമൊന്നുമില്ല. സ്വത്രം ശുദ്ധീകരിക്കപ്പെടേണ്ടത് അകമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? ശുദ്ധീകരിക്കപ്പെടേണ്ടത് അകമാണ്. മീശ എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ മീശ എടുത്തും വെച്ചിട്ട് വല്ലാത്ത സ്വഭാവം കാണിക്കുന്നത് സുഖമല്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം.